കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണേ. താമര വിത്ത് അല്ലെങ്കിൽ മക്കാന എന്നൊക്കെ പറയപ്പെടുന്നില്ലേ, ആ സീഡാണ് കേട്ടോ ഇത്. താമരയുടെ ഉള്ളിലുള്ള ആ കറുപ്പ് സീഡ് പൊട്ടിച്ചിട്ട് കിട്ടുന്നതാണിത്. നമുക്ക് ഓൺലൈനിലും ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. വളരെയധികം ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഇത് ഉണ്ടാക്കി കഴിക്കണം. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി കഴിച്ച് നോക്കൂ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കിയതെങ്കിലും. രണ്ട് രീതിയിലും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഞാൻ നോക്കുമ്പോൾ വളരെ കനം കുറഞ്ഞ നമ്മൾ പോപ്കോണൊക്കെ പോലെയല്ലേ, അതേപോലെ ഒരു സീഡാണ് കേട്ടോ. ഇത് റോസ്റ്റൊന്നും ചെയ്യാത്തതാണ്, ഡയറക്റ്റായിട്ട് നമ്മൾ പാക്കറ്റിൽ വാങ്ങിച്ചതാണ് കേട്ടോ. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്യണം. ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ കേട്ടോ. വളരെ വെയിറ്റ് കുറഞ്ഞ ഒരു സീഡാണിത്. ശരീരത്തിന് ഏറ്റവും നല്ല ആരോഗ്യ ഗുണങ്ങളുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് നെയ്യ് എടുത്ത് വെച്ചു. ഈ സൈഡിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, അതുകൊണ്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കണം. ഈ നെയ്യിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാണ് കേട്ടോ. ഈ കറുപ്പ് തോടൊക്കെ ഉള്ള ഒരു സീഡല്ലേ ഇത്, അത് പൊട്ടിച്ചിട്ട് ഉള്ളത്തെ എടുത്തതാണെന്ന് തോന്നുന്നു. നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്, എന്നാൽ ആദ്യമായിട്ടാണ് ഇത് പാചകം ചെയ്ത് കഴിക്കണത്. ഫ്രൈ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പോപ്കോൺ പോലെ തന്നെ തോന്നുന്നുണ്ട്, എന്നാൽ അതിന് വേറെ ഒരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. നമുക്കിത് ആദ്യമായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് താമരവിത്ത് ഇട്ട് കൊടുക്കാം. മക്കാന എന്നൊക്കെ ഫേമസ് ആയിട്ട് കേൾക്കുന്നതാണ് കേട്ടോ. മക്കാന റെസിപ്പി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ കേട്ടപ്പോൾ ഒരു തവണയൊക്കെ കഴിക്കണം എന്ന് തോന്നി കേട്ടോ. കഴിച്ചപ്പോൾ നല്ല ഇഷ്ടമായി. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. കൂടുതൽ മസാലയൊന്നും ചേർക്കാതെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഇതേപോലെ പോപ്കോൺ കഴിക്കണ പോലെയും കഴിക്കാം. ഒന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത നെയ്യില്ലേ, ഇതിൽ ഉപ്പില്ലാത്തത് കൊണ്ടാണ്. ഉപ്പ് ചേർത്തതും വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ ഇത് ഉപ്പ് ചേർക്കാത്തത് കൊണ്ട് നമ്മൾ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അതിലേക്ക് പാകത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യും പാകത്തിന് ഉപ്പും കൂടി അത്യാവശ്യം ഒഴിച്ചിട്ട് ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം കേട്ടോ. ഇനി എരിവൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഡയറക്റ്റായിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കാം. കൂടുതൽ സമയമൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. ഫുൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇത് അത്യാവശ്യം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് എടുത്തിട്ടൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി. ഇതാ പെട്ടെന്ന് ഇങ്ങനെ നുറുങ്ങിപ്പോയില്ലേ, അപ്പോൾ അതാണ് അതിൻ്റെ പാകം. എല്ലാം അതേപോലെ ആയിട്ടുണ്ട്. ഇനി ഞാനത് ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതേപോലെ അല്പം നെയ്യും ഉപ്പും കൂടി പാകത്തിനൊക്കെ ചേർത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മാറ്റി വെച്ചതിന് ശേഷം ആ പാനിലോ അല്ലെങ്കിൽ വേറൊരു പാനിലേക്കോ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ചേർത്ത നെയ്യ് തന്നെയാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. ഇനി അതിലേക്ക് അല്പം മുളക് പൊടി, അധികം ഇല്ലാത്ത കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. ചാറ്റ് മസാലയോ വേറെ എന്തെങ്കിലും മസാലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അല്പം ഉപ്പും നെയ്യും മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലി പൗഡർ, എരിവ് വേണമെന്നുള്ളവർക്ക് എരിവും ചേർക്കാം. അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവുമല്ലോ. ഇനി അത് അതിലേക്ക് ചേർത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തോ, ഒന്ന് വഴറ്റിയെടുത്തോ. എന്നിട്ട് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മക്കാന അല്ലെങ്കിൽ താമരവിത്തില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അതിലേക്കൊന്ന് മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ സിമ്മിലോ ഇട്ടിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. നെയ്യൊക്കെ നമ്മൾ ചേർത്തതല്ലേ, എല്ലാം കൂടി അതിലേക്കൊന്ന് ചേർന്ന് വരട്ടെ. ഈ സമയം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചൂടോടെ തന്നെ കഴിക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല ആരോഗ്യ ഗുണങ്ങളുള്ളതല്ലേ. എല്ലാവരും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കൂ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരാം കേട്ടോ.